എല്ലാവർക്കും വീണ്ടും യേശു ക്രിസ്തുവിൻ നാമത്തിൽ വന്ദനം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളും വീതിയും ഉയരവും എല്ലാം ധ്യാനിക്കുവാൻ ദൈവം നമ്മെ പ്രത്യേകം തിരഞ്ഞെടുത്തതിൽ നാം അതിയായി ദൈവത്തോട് കടപ്പെട്ടവരാണ്. ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കൂടാതെ ദൈവത്തെ അറിയാൻ കഴിയില്ല. നാം ദൈവവചനം അറിയുന്നില്ലെങ്കിൽ നാം ദൈവത്തിൻ്റെ വഴികളാണ് അറിയാതെ പോകുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട ഒന്നാണ് ദൈവത്തിൻ്റെ വഴികൾ. ദൈവത്തിൻ്റെ വഴികളാണ് നമുക്ക് വിജയം കൊണ്ടുവരുന്ന വഴികൾ. ദൈവത്തിൻ്റെ വഴികൾ തികവുള്ളത് എന്ന് നമ്മൾ വായിക്കുന്നു. ആ വഴിയിലൂടെ പോകുന്ന ആരും പരാജയപ്പെടില്ല. യേശു പറഞ്ഞു, സ്വർഗത്തിലേക്കുള്ള വഴി, അതിനെക്കുറിച്ച് യേശു പറഞ്ഞു, ഇടുക്കമാണ്, ഞെരുക്കമാണ്, അത് കണ്ടെത്തിയവർ ചുരുക്കമാണ്. നരകത്തിലേക്കുള്ള വഴി വിശാലമാണെന്ന്, അതിലൂടെ പോകുന്നവർ അനേകരാണ്. എന്നാൽ ഇടുക്കമുള്ള വഴികൾ പലപ്പോഴും വഴികൾ മാത്രമേ ഇടുക്കമുള്ളൂ, അതിനുശേഷം വലിയ വിശാലതയാണ്. യാത്രയിൽ ഒരു ഇടുക്കമുണ്ട്, എന്നാൽ ചെന്നെത്തുന്നത് വിശാലതയിലാണ്. നരകം അങ്ങനെയല്ല, യാത്ര വിശാലമാണ്, ചെന്നെത്തുന്നത് വലിയ തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയിലാണ്. അവിടെ ഏറ്റവും വലിയ വേദനയും നിലവിളികളും മനുഷ്യനെ കാത്തിരിക്കുന്നു. എന്നാൽ ലാസർ ഇവിടെ വിശ്രമിക്കുന്നു എന്നാണ് അബ്രഹാം ആ ധനവാനോട് പറഞ്ഞത്. ലാസർ ഇവിടെ വിശ്രമിക്കുന്നു. ജീവിതത്തിൽ യാത്രയിൽ ഒരു ക്ലേശമുണ്ടെങ്കിലും ഒരു വിശ്രമത്തിലേക്കുള്ള യാത്രയാണ് ദൈവത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ തികവുള്ളതായതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ അറിയാൻ നമുക്ക് ദൈവവചനം വേണം. നാം ദൈവത്തിൻ്റെ വചനം അറിയുന്നില്ലെങ്കിൽ നാം ദൈവത്തിൻ്റെ വഴി അറിയുന്നില്ല. ദൈവത്തിൻ്റെ വഴിയെ അറിയാത്തവർ വിശാലമായ നരകത്തിലേക്കുള്ള വഴിയിൽ പോകുന്നവരുടെ ഒപ്പം ഒരുമിച്ച് യാത്ര ചെയ്യും, അബദ്ധങ്ങളിൽ പോയി ചാടും. എന്നാൽ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർക്കറിയാം, ഇതിനകത്ത് അല്പം നിന്ദയുണ്ട്, അല്പം ഒറ്റപ്പെടലും പരിഹാസമുണ്ട്, എന്നാൽ ഇതെല്ലാം നന്മയായിട്ട് തീരും. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഇന്ന് കർത്താവിനെ പാടി ആരാധിച്ച് കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം. എന്തു നല്ലോർ സഖി യേശു, പാപദുഃഖം വഹിക്കൂ, എല്ലാം യേശുവോട് ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കൂ. നൊമ്പരമേറെ സഹിച്ചു, സമാധാനങ്ങൾ നഷ്ടം, എല്ലാം യേശുവോട് ചെന്നു ചൊല്ലിടായ്ക നിമിത്തം. എന്തു നല്ലോർ സഖി യേശു, പാപം ദുഃഖം വഹിക്കൂ, എല്ലാം യേശുവോട് ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കൂ. നൊമ്പരമേറെ സഹിച്ചു, സമാധാനങ്ങൾ നഷ്ടം, എല്ലാം യേശുവോട് ചെന്നു ചൊല്ലി
നൊമ്പരം ഏറെ സഹിച്ചു, നൊമ്പരമേറെ സഹിച്ചു, സമാധാനങ്ങൾ നഷ്ടം, എല്ലാം യേശുവോട് ചെന്നു ചൊല്ലിടായ്ക നിമിത്തം. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. സ്നേഹിതരെ വരും വെടിഞ്ഞ അതു യേശുവിനോടു നീ പറഞ്ഞ. സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളേഴും തൻ കരത്താൽ നന്നായി നടത്തും, വീട്ടിൽ ചേരും വരയും. നന്നായി നടത്തും, വീട്ടിൽ ചേരും വരയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ദൈവ പൈതൽ ആരാണ് എന്നുള്ളൊരു വിഷയമാണ്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണിത്. ഇതിൻ്റെ വില നാം അറിയണം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം, അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളെന്ന അധികാരം ലഭിച്ചവരാണ് നാം. യേശു നമുക്ക് നൽകി തന്ന ഏറ്റവും വലിയ പദവിയാണ് ദൈവ മക്കൾ എന്ന പദവി. ഇത് അബ്രഹാമിൻ്റെ മക്കൾ എന്ന പദവിയേക്കാൾ വലിയ പദവിയാണ്. അബ്രഹാമിൻ്റെ മക്കൾ. യഹൂദന്മാർ അഹങ്കരിക്കുന്നത് ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. എന്നാൽ അങ്ങനെ അഹങ്കരിക്കുന്നവരുടെ മുൻപിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് അതിനേക്കാൾ വലിയൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊരു പക്ഷേ അബ്രഹാമിൻ്റെ മക്കളായിരിക്കും, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. പഴയ നിയമ ഉടമ്പടിയിലുള്ളവർ അബ്രഹാമിൻ്റെ മക്കൾ. അവർ തന്നെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും ദൈവത്തിൻ്റെ വലിയ സമ്പത്തും ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സംരക്ഷണവും ഉള്ളവരാണ്. അബ്രഹാമിൻ്റെ മക്കൾക്ക് ഇത്രയും വലിയ സംരക്ഷണവും കാവലും ഉണ്ടായിരുന്നെങ്കിൽ, സമൃദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, കനാൻ ഉണ്ടായിരുന്നെങ്കിൽ, അവർക്ക് ദൈവം ഒത്തിരി നന്മകൾ പകർന്നു കൊടുത്തെങ്കിൽ, ദൈവത്തിൻ്റെ മക്കൾക്ക് എത്ര 1000 മടങ്ങായിരിക്കും. അബ്രഹാമും ദൈവവും തമ്മിലുള്ള ഉടമ്പടി ആട്ടുകൊറ്റനെയൊക്കെ അറുത്തുകൊണ്ടുള്ള ഉടമ്പടിയാണ്. എന്നാൽ നമുക്ക്
പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയുടെ മക്കളാണ്. എന്താണ്? യേശു സ്വന്തം രക്തത്താൽ, ആട്ടുകൊറ്റൻ്റെ രക്തം കൊണ്ടല്ല, സ്വന്തം രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ആ സ്വന്തം രക്തത്തിൻ്റെ ഉടമ്പടിയിൽ ദൈവവും യേശു കർത്താവും തമ്മിൽ സ്ഥാപിച്ച ഉടമ്പടിയുടെ മക്കളാണ് നമ്മൾ. പഴയ നിയമ ഉടമ്പടിക്ക് ഇത്രയും വലിയ പ്രാധാന്യമെങ്കിൽ യേശുവും പിതാവും തമ്മിലുള്ള പുതിയ നിയമ ഉടമ്പടി, പുത്രന് പിതാവിനോട് പറയാനുള്ള, പിതാവേ, ഞാൻ തകർക്കപ്പെടാം, ഞാൻ ക്രൂശിലേറാം, ഞാൻ രക്തം ചിന്താം, ഞാൻ അടികൾ കൊള്ളാം, ഞാൻ ക്രൂശിൽ മരിക്കാൻ തയ്യാറാണ്, ഞാൻ നഗ്നനായി തൂങ്ങിക്കിടക്കാം, ഞാൻ അപവാദം അപമാനം ചുമക്കാം. എന്നാൽ ഒരു കണ്ടീഷൻ, എന്നിൽ വിശ്വസിക്കുന്നവരെയെല്ലാം മക്കളാക്കി മാറ്റണം. അവരുടെ സകല പാപങ്ങളും ക്ഷമിച്ചു കൊടുത്തേ മതിയാവും. ദൈവം സമ്മതിച്ചു. ആ എഗ്രിമെന്റിൽ യേശു നമുക്ക് വേണ്ടി ജീവനെ തന്നു. അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് കിട്ടുന്ന ജീവനാണ് നിത്യജീവൻ. അബ്രഹാമിൻ്റെ മക്കൾക്ക് നിത്യജീവനില്ല. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ദൈവമക്കളായവർക്ക് നിത്യജീവനുണ്ട്. അതായത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവ മക്കൾ. അപ്പോൾ ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് പകരം. എനിക്കൊരു മകനുണ്ട്, എനിക്കൊരു മകളുണ്ട്. അതായത് എനിക്ക് പകരമാണ് അടുത്ത തലമുറ. എനിക്ക് പകരം എൻ്റെ നന്മയുടെ, എൻ്റെ അവകാശത്തിൻ്റെ അടുത്ത തലമുറ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ദൈവത്തിന് പകരമാണ്. അടുത്തത് ദൈവത്തിൻ്റെ വായാണ്. പിള്ളേർ വലുതായിട്ട് വരുമ്പോൾ മാതാപിതാക്കൾ തന്നെ മറ്റുള്ളവരോട് പറയും, അത് അവനവിടെയുണ്ട്, മൂത്തവനോട് ചോദിക്കുക, അവനോട്, മോനോടൊന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക. ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയില്ല. എന്നാൽ വളർന്നു കഴിയുമ്പോൾ മക്കൾക്ക് അപ്പൻ്റെ അതേ അധികാരവും അതേ വായുമായി മാറും. അപ്പന് പകരം മകൻ സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ വായ്. അടുത്തത് ദൈവത്തിൻ്റെ കൈ. ദൈവം ചെയ്യുന്ന കാര്യം ദൈവത്തിന് പകരം പ്രവർത്തിക്കുന്ന വ്യക്തി. ദൈവത്തിൻ്റെ കൈ എപ്പോഴും വാക്കുകളാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വാഗൊണ്ടാണ്. ഉണ്ടാകട്ടെ, പർവ്വജാതി പറക്കട്ടെ, ഭൂമിയിൽ വാഴട്ടെ, സന്താന സമ്പന്നരായി ഭൂമിയിൽ പെരുകട്ടെ. വാക്കുകളാണ്. അന്ന് പറഞ്ഞ വാക്കാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടിക്കുന്ന പ്രവൃത്തി, അതാണ് ദൈവത്തിൻ്റെ കൈ. നാം ദൈവത്തിൻ്റെ കൈയായിരിക്കാനുള്ള വ്യക്തി, ദൈവത്തിൻ്റെ വായായിട്ടിരിക്കാനുള്ള വ്യക്തി. അടുത്തത് ദൈവത്തിൻ്റെ അധികാരമുള്ള വ്യക്തി. മകനെന്ന് പറഞ്ഞാൽ, മകളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അതേ അധികാരം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഭൂമിയുടെ അറ്റത്തോളം എല്ലാവരെയും സ്നാനപ്പെടുത്തി ശിഷ്യരാക്കുക. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടിയിരിക്കും. നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ മക്കളാണ്. ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും. എൻ്റെ അധികാരം നിങ്ങൾക്കുമുള്ളതാണ്. മക്കളെന്ന് പറഞ്ഞാൽ അധികാരമുള്ളവർ. അടുത്തത് മക്കളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി, അതാണ് സഭ. ഞാൻ എൻ്റെ സഭയെ പണിയും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. ഈ കാണുന്നതെല്ലാം എൻ്റെ മേൽ എങ്കൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വീണ് നമസ്കരിച്ചാൽ ഞാൻ നിനക്ക് തരാം. യേശു സാത്താനെ എന്നെ വിട്ടുപോകുന്നു പറഞ്ഞു. യേശു വീണ് നമസ്കരിച്ചില്ല, വീഴ്ത്തി അവനെ കൊണ്ട് നമസ്കരിപ്പിച്ചു. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ വന്ന് മുട്ടുകുത്തിയിട്ട് സമയത്തിന് മുന്നമേ ദണ്ഡിപ്പിക്കാൻ വന്നോ? ചില ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് വീണ് നമസ്കരിക്കാനാണ്. ഇപ്പോഴിതാ ഗദരദേശത്ത് വെച്ച് സാത്താൻ വീണ് നമസ്കരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ ശക്തി. പിശാചിൻ്റെ മുമ്പിൽ നീ തല കുനിക്കില്ലെങ്കിൽ
പിശാച് നിന്റെ മുമ്പിൽ താമസിയാതെ തലകുനിക്കും എന്ന് യേശുക്രിസ്തുവിൻ്റെ ചരിത്രത്തിൽ നിന്ന്, ആ ഗദരദേശത്തെ സംഭവത്തിൽ നിന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ അധികാരം, ദൈവത്തിൻ്റെ പദ്ധതി, നാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എന്താണ്? ഈ ഭൂമിയിൽ ഭൂമി മുഴുവനും അടക്കി വാഴുന്ന ഒരു സഭ, മലമേൽ ശോഭിക്കുന്ന പട്ടണം, ലോകത്തിൻ്റെ വെളിച്ചം, എല്ലാറ്റിനെയും നിറക്കുന്ന എല്ലാ നിറവായ സഭ. എല്ലാ നിറവുകളും ഇന്ന് സഭയിലാണ്, എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് സഭയിലാണ്. എന്നാൽ സഭ ഇത് കണ്ടിട്ടില്ല, സഭ ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചറിഞ്ഞവരുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ നിറവുകളും സഭയിലാണ്, എല്ലാ ഐശ്വര്യവും സഭയിലാണ്, എല്ലാ അഭിവൃദ്ധിയും സഭയിലാണ്, എല്ലാ കൃപകളും വരങ്ങളും സഭയിലാണ്, എല്ലാ സമ്പൽ സമൃദ്ധിയും സഭയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. മണവാളൻ സകലതും മണവാട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാറ്റിനെയും നിറക്കുന്ന നിറവായി ഇന്ന് ഭൂമിയിൽ സഭയാണ്. പിശാചല്ല, ലോകമല്ല, മനുഷ്യരല്ല. ലോകം, ജഡം, പിശാചിൻ്റെ കയ്യിൽ നിന്ന് സഭയുടെ കയ്യിലേക്ക് പുത്രൻ എല്ലാം വീണ്ടെടുത്ത് കൊടുത്തു കഴിഞ്ഞു. ഇത് വിശ്വസിക്കുന്നവരുടെ ജീവിതം അസാധാരണ ജീവിതമായി മാറും. അപ്പോൾ കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ആശ്രയിക്കുന്നവരുടെ ജീവിതം അത്ഭുതമായി മാറും. ദൈവ മക്കൾ, ദൈവത്തിന് പകരം. പുറപ്പാട് പുസ്തകം 4 അതിൻ്റെ 16 വാക്യത്തിൽ അതിങ്ങനെയാണ് പറയുന്നത്: നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും, നിനക്ക് പകരം അവൻ. അതായത് മോശയോട് ദൈവം പറഞ്ഞു, നീ മിസ്രൈമിൽ ചെല്ലണം, നീ ഫറവോനോട് പറയണം എൻ്റെ ജനത്തെ വിട്ടയക്കാന്ന് പറയണം. മോശ പറഞ്ഞു, അയ്യോ ഞാൻ വിക്കനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എങ്ങനെയെല്ലാം ഒഴിവാക്കാമോ അങ്ങനെയെല്ലാം ഒഴിവാക്കാനായിട്ട് മോശ നോക്കുകയാണ്. ഇത് നമ്മുടെ ഒരു സ്വഭാവമാണ്. എങ്ങനെ ഒഴിഞ്ഞു മാറാം? ഒരു പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പോലും ഒഴിഞ്ഞു മാറാൻ നോക്കുന്നവരെ എനിക്കറിയാം. ഒരു വാക്ക് ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ, അയ്യോ ഞാനില്ല. അത് മോശയുടെ മുമ്പേ ഇതുള്ളതാണ്, ഒഴിഞ്ഞു മാറുക. എന്നാൽ ദൈവം ഒരുത്തനെ തിരഞ്ഞെടുത്താൽ അവനെ ഏൽപ്പിച്ച ദൗത്യം അത് അവനെ കൊണ്ട് തന്നെ ചെയ്യിച്ച് ദൈവ മഹത്വം എടുക്കും. ഒഴിഞ്ഞു മാറാൻ അനുവദിക്കാത്ത ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അതായത് മോശ പറഞ്ഞു, എനിക്ക് പറ്റില്ല, എനിക്ക് കഴിവില്ല. അപ്പോൾ ദൈവം പറയുന്ന കാര്യമാണ്, നിനക്ക് പകരം അഹരോൻ ജനത്തോട് സംസാരിക്കും, നിന്റെ ജ്യേഷ്ഠൻ, അവൻ നിനക്ക് വായായിരിക്കും, നീ അവന് ദൈവവും ആയിരിക്കും. അതിൻ്റെ അർത്ഥം, നിന്റെ വായോടുകൂടി ഞാനുണ്ട്, നിന്നോടുകൂടി ഞാനുണ്ട്. നിന്നിൽ ജീവിക്കുന്നത് നീയല്ല, ഞാനാണ്. അതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് മകനെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അതേ സാദൃശ്യം. ദൈവം പറയുന്നത് പോലെ, ദൈവം ചെയ്യുന്നത് പോലെ, ദൈവം പറയുന്ന പോലെ. പറയില്ലേ, ഓ ആ അപ്പൻ്റെ അതേ സ്വരമാണ്, അപ്പൻ്റെ അതേ മുഖമാണ്, അപ്പൻ്റെ അതേ ചിരിയാണ്, അപ്പൻ്റെ അതേ സ്വഭാവങ്ങളാണ്. അതാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം. അതെ, അഹരോൻ, നിന്റെ സഹോദരൻ അഹരോനുണ്ടല്ലോ, അവൻ നിനക്ക് വായായിരിക്കും, നീ അവന് ദൈവമായിരിക്കും. നീ അഹരോനോട് കൽപ്പിക്കും, അഹരോൻ അത് ജനത്തോട് പറയും. അഹരോനെ നിനക്ക് പ്രവാചകനാക്കി ഞാൻ വെച്ചിരിക്കുകയാണ്. ഇതാണ് വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവ മക്കൾ അറിയേണ്ട പദവി. അതായത് നമ്മെ, നമ്മുടെ വായെ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെതാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയും, ഇനി ഞാനല്ലല്ലോ ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവാണ്, ഞാൻ ദൈവമകനാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ എന്നിൽ നന്മ വസിക്കുന്നില്ല, എന്നാൽ എന്നിൽ ക്രിസ്തു വന്നപ്പോൾ എന്നിൽ നന്മ മാത്രമേ വസിക്കുന്നു. എന്നിൽ പാപമല്ല, എന്നിൽ ക്രിസ്തു വാഴുന്നു. എന്നിൽ ശാപമല്ല, സമൃദ്ധി വാഴുന്നു. എന്നിൽ പരാജയമല്ല, വിജയം വാഴുന്നു. എന്നിൽ ഉയർച്ചകൾ വാഴുന്നു. എന്നിൽ എല്ലാ നിറവുകളും വാഴുന്നു.
ഞാനല്ലല്ലോ ജീവിക്കുന്നത്, എല്ലാറ്റിനെയും നിറക്കുന്ന നിറവായ ക്രിസ്തു എന്നിൽ വാഴുന്നു. കൊലോസ്യർ 1:27. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലാണ്, ഞാൻ എല്ലാ നിറവുകളുടെയും ഒരു കൂടാരമാണ്. ജോസഫിൻ്റെ പാണ്ഡികശാല എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പ്രാപ്തിയുള്ളതായിരുന്നു. ഇതുപോലെ ഞാൻ എന്നൊരു വ്യക്തി ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും കൊടുക്കാനുള്ള ഒരു നിറവായി മാറിക്കഴിഞ്ഞു. എങ്ങനെ? യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ വാ ദൈവത്തിൻ്റെ വായാണ്. നാം എന്ത് പറയുന്നുവോ അതുപോലെ സംഭവിക്കും. യേശു അത് തന്നെയാണ് മർക്കോസ് 11 പറഞ്ഞത്. നിങ്ങൾ ഈ മലയോട് പറഞ്ഞാൽ സത്യമായിട്ടും അത് ചാടി കടലിൽ പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പറയുന്നത് പോലെ ഹൃദയത്തിൽ സംശയിക്കാതെ നിങ്ങളുണ്ടാകരുത്. നിങ്ങളിൽ യേശു മാത്രമാകുന്ന ഒരാത്മീക തലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളില്ല. അപ്പോൾ ആദ്യം ഞാൻ അധികം, യേശു അല്പം. കുറച്ച് കഴിയുമ്പോൾ ഞാൻ പകുതി, യേശു പകുതി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അല്പം, യേശു വളരെയധികം. കുറച്ചും കൂടി വളർച്ചയെന്ന് പറഞ്ഞാൽ ഞാനില്ല, യേശു മാത്രം. ഇങ്ങനെയുള്ള ആത്മീക വളർച്ചയിലേക്ക് ഒരു ദൈവ പൈതലെന്ന നിലയിൽ ഞാൻ വളരുവാൻ എന്നെ സമർപ്പിച്ചു കൊടുക്കണം. അതായത് ഈ കാലഘട്ടത്തിൻ്റെ ഒരത്ഭുതമാക്കി ദൈവത്തിന് എന്നെ അതിശയമാക്കി ഈ കാലഘട്ടത്തിൻ്റെ ഉപകരണമാക്കി എന്നെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അതായത് ക്രിസ്തുവിന് പകരം ഞാനാണ്. കാരണം ഞാൻ മകനാണ്. യേശു പറയും, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് യേശുവിൻ്റെ അടുത്ത് എന്നാൽ പറയും, അയ്യോ ഞാൻ എൻ്റെ മോനോട് ഈ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ അവൻ്റെ അടുക്കൽ ചെല്ല്. ഇന്ന താക്കോല് മുഴുവൻ ഇപ്പം ഞാൻ ഉപയോഗിക്കാറില്ല, മോൻ്റെ കയ്യിലാണ്. വണ്ടിയുടെ താക്കോല് മോനോട് ചോദിക്കുക. വീടിൻ്റെ ആധാരോ മോൻ്റെ കയ്യിലാണ്. എല്ലാം സഭയുടെ കയ്യിലേക്ക്, വിശ്വസിക്കുന്ന മക്കളുടെ കയ്യിലേക്ക് കൈമാറി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശു കർത്താവിനെയാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ അമിത ബലത്തിലും നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കാം. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും നമ്മിൽ ദേഹരൂപമായി വസിക്കുന്നു. നാം ക്രിസ്തുവിൽ മാത്രമാണ്. നാം പറയുന്നത് പോലെ നടക്കും, നാം പ്രവർത്തിക്കുന്നത് പോലെ നടക്കും. ഈ ഒരു വെളിപ്പാടിലേക്ക് പ്രിയ ദൈവസഭയെ നാം എന്ന് വരും? അന്ന് സഭയുടെ അന്തരീക്ഷം മാറും. സഭയ്ക്ക് പിന്മാറാൻ കഴിയില്ല. എങ്ങനെ പിന്മാറാനാണ്? ഒന്ന്, സഭയ്ക്ക് പിന്മാറാൻ കഴിയില്ല, യേശു ജീവൻ കൊടുത്തതാണ്. രണ്ട്, സഭയ്ക്ക് പരാജയപ്പെടാൻ കഴിയില്ല, സഭയ്ക്ക് നശിക്കാൻ ഇനി കഴിയില്ല. കാരണം പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. സഭയ്ക്ക് തോൽവിയില്ല. കാരണം ജയത്തിന് വേണ്ടി ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചതാണ്. ഈ വെളിപ്പാടുകളിൽ ജീവിപ്പാൻ, മക്കൾ എന്ന പദവിയിൽ ജീവിപ്പാൻ നമ്മെ ദൈവ സന്നിധിയിൽ കൊടുക്കാം. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും അത്ഭുതങ്ങളും അടയാളങ്ങളും നിറയട്ടെ, കൃപകളും വരങ്ങളും നിറയട്ടെ. ക്രിസ്തുവിലുള്ള വെളിപ്പാടിൽ ഓരോരുത്തരും നിറയട്ടെ, അഭിഷേകത്തിൽ ഓരോരുത്തരും നിറയട്ടെ. യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ വചനങ്ങൾ കേട്ടവർ സൗഖ്യമാകട്ടെ, വിടുതലുകൾ പ്രാപിക്കട്ടെ. യേശു ക്രിസ്തു എനിക്ക് തന്ന അധികാരത്തിൽ ഞാൻ ഇവരിലുള്ള രോഗബന്ധനങ്ങളെ അഴിക്കുന്നു. രോഗികൾ, മാരക രോഗികൾ സൗഖ്യമാകട്ടെ, മാറാവ്യാധികൾ വിട്ടുമാറട്ടെ, എല്ലാ തടവറകളും മാറട്ടെ, എല്ലാ ചങ്ങലകളും പൊട്ടട്ടെ, എല്ലാ അടഞ്ഞ ഇരുമ്പ് വാതിലുകളും യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. എല്ലാ സാമ്പത്തിക ബാധ്യതകളും മാറി സമൃദ്ധി യേശുവിൻ നാമത്തിൽ ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. അങ്ങ് എനിക്ക് തന്ന അധികാരത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കും. അങ്ങ് എനിക്ക് തന്ന അധികാരത്തിൽ ഞാൻ ഇവരുടെ ഉയർച്ചയെ വിളിച്ചു വരുത്തുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അത്ഭുതമാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവവചനം കടന്നു വിശ്വസിക്കുക. ക്രിസ്തുവിൽ
നമ്മൾ ആരാണെന്ന് കർത്താവിൽ വിശ്വസിക്കുക. ഇന്ന് രാവിലെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് കടന്നു വരാൻ കഴിയുന്നവരെ എല്ലാം ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപകൾ വീണ്ടും അനുഭവിപ്പാൻ സഹായിക്കുവാൻ യേശു നമ്മോട് കൂടെയുണ്ട്. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.